തളിപ്പറമ്പിൽ പി കെ ശ്യാമള വേണ്ട, ജനകീയതയില്ല, സമൂഹമാധ്യമങ്ങളിൽ എതിർപ്പുമായി CPM അണികൾ. കണ്ണൂരിലെ തളിപ്പറമ്പ് മണ്ഡലത്തിൽ പി കെ ശ്യാമളയെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതിനെതിരെ CPM അണികളും അനുഭാവികളും രംഗത്ത്. പ്രധാനമായും സമൂഹമാധ്യമങ്ങളിലൂടെയാണ് പാർട്ടി അനുകൂലികൾ തങ്ങളുടെ വിയോജിപ്പ് പരസ്യമായി പ്രകടിപ്പിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ എന്ന പരിഗണനയിലാണ് അവർക്ക് സീറ്റ് നൽകിയതെന്ന ആക്ഷേപവും പി കെ ശ്യാമളയുടെ ജനകീയതയില്ലായ്മയും വിജയസാധ്യതയെ ബാധിക്കുമെന്നും സൈബറിടങ്ങളിൽ വിമർശനം ഉയരുന്നുണ്ട്. മുൻപ് ആന്തൂർ നഗരസഭയിലുണ്ടായ വിവാദങ്ങളും പ്രവാസിയുടെ ആത്മഹത്യയും പി കെ ശ്യാമളയുടെ ജയസാധ്യതയെ ബാധിച്ചേക്കുമെന്നും അണികൾ ഭയപ്പെടുന്നു. തളിപ്പറമ്പ് പോലുള്ള ഇടതുകോട്ട നിലനിർത്താൻ കൂടുതൽ ജനസമ്മതിയുള്ള നേതാവിനെ പാർട്ടി കണ്ടെത്തണമെന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ UDFന് മണ്ഡലത്തിൽ സ്വാധീനം വർദ്ധിക്കുന്നത് കണക്കിലെടുത്ത സ്ഥാനാർത്ഥിയെ മാറ്റണമെന്ന മുന്നറിയിപ്പാണ് പ്രവർത്തകർ നൽകുന്നത്. പി കെ ശ്യാമളയ്ക്ക് താഴെത്തട്ടിലുള്ള അണികളുമായോ പൊതുജനങ്ങളുമായോ വേണ്ടത്ര ആത്മബന്ധമില്ലെന്നും അവരൊരു ജനകീയ നേതാവല്ലെന്നുമാണ് പ്രധാന വിമർശനം. ജനകീയനായ ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ അത് പാർട്ടിയുടെ ജയസാധ്യതയെ ബാധിക്കുമെന്നും അണികൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തളിപ്പറമ്പ് CPMന്റെ ശക്തമായ കോട്ടയാണെങ്കിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MV ഗോവിന്ദന്റെ ഭൂരിപക്ഷം 22,000 കുറഞ്ഞതും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി K സുധാകരൻ ഈ മണ്ഡലത്തിൽ 8,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയതും വോട്ടിംഗ് രീതിയിൽ മാറ്റം വരുന്നതിന്റെ സൂചനയായി അണികൾ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം സാഹചര്യത്തിൽ പി കെ ശ്യാമളയെ പോലൊരു സ്ഥാനാർത്ഥി വരുന്നത് മണ്ഡലം കൈവിട്ടു പോകാൻ കാരണമാകുമെന്നാണ് ഇവരുടെ മുന്നറിയിപ്പ്. അതിനിടെ പി കെ ശ്യാമള ആന്തൂർ നഗരസഭാ അധ്യക്ഷയായിരുന്ന കാലത്ത് പ്രവാസി വ്യവസായി സാജന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ വീണ്ടും ചർച്ചയാകുന്നുണ്ട്. ഈ വിവാദം തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്നാണ് അണികൾ കരുതുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ എന്ന നിലയിലാണ് അവർക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയതെന്ന വിമർശനവും ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട്. എന്നാൽ അവർ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും ദീർഘകാലത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള നേതാവാണെന്ന് അനുകൂലിക്കുന്നവർ വാദിക്കുന്നു. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ നിലവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ച പട്ടികയ്ക്ക് ജില്ലാ സെക്രട്ടേറിയറ്റും അംഗീകാരം നൽകിയിട്ടുണ്ട്. എന്നാൽ താഴെത്തട്ടിലുള്ള പ്രതിഷേധം കണക്കിലെടുത്ത സ്ഥാനാർത്ഥിത്വത്തിൽ പുനർചിന്തനം വേണമെന്നും പി കെ ശ്യാമളയ്ക്ക് പകരം ജനകീയനായ മറ്റൊരു നേതാവിനെ കൊണ്ടുവരണമെന്നുമാണ് സൈബർ ഇടങ്ങളിൽ ഉൾപ്പെടെ ഉയർന്ന പ്രധാന ആവശ്യം. പത്തനംതിട്ടയിലാണെങ്കിൽ CPM പ്രവർത്തകർ പോലും പങ്കെടുത്തില്ല. ആരോഗ്യമന്ത്രിക്ക് ഒഴിഞ്ഞ സദസ്സ്, 10-ൽ താഴെ കാണികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആളില്ലാ കസേരകൾക്ക് മുന്നിൽ ഉദ്ഘാടനം. സർക്കാരിന്റെ പ്രധാന പരിപാടിയുടെ ഉദ്ഘാടനമായിട്ടും ഇത്രയും ഒഴിഞ്ഞ സദസ്സ് എങ്ങനെ സംഭവിച്ചു എന്നതിൽ ചർച്ച സജീവമാണ്. അതിനിടെയാണ് വീണ ജോർജിനെ മത്സരിപ്പിക്കരുതെന്ന ഭർത്താവ് ജോർജ് ജോസഫിന്റെ ആവശ്യം ചർച്ചയാകുന്നത്. ആറന്മുളയിൽ വീണയെ മത്സരിപ്പിക്കാനുള്ള തീരുമാനം CPM എടുത്ത സ്ഥിതിക്ക് അതിൽ നിന്നും പിന്നാക്കം പോവാനാകില്ല എന്ന സൂചനയാണ് പാർട്ടിയിൽ നിന്നും പുറത്തുവരുന്നത്. അതേസമയം ഭർത്താവ് ജോർജിന്റെ ആവശ്യം തോമസ് ഐസക് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് റിപ്പോർട്ട് ചെയ്തിരുന്നു. മത്സരിക്കാൻ താല്പര്യമില്ലെങ്കിൽ വീണ ജോർജ് നേരിട്ട് അറിയിക്കട്ടെ എന്ന അഭിപ്രായവും നേതൃത്വത്തിലുണ്ട്. അതേസമയം PR ടീമുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് മന്ത്രി. പത്തനംതിട്ടയിലെ 2 സർക്കാർ പരിപാടികളിൽ പങ്കെടുത്ത വീണ ജോർജിനൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചാരണ ടീമും ഉണ്ടായിരുന്നു. എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറ, വൈപ്പിൻ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ CPMൽ തീരാത്ത ആശയക്കുഴപ്പമാണ്. M സ്വരാജിന് പകരം തൃപ്പൂണിത്തുറയിലേക്ക് വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണനെ മത്സരിപ്പിക്കാനായിരുന്നു നീക്കം. എന്നാൽ ഇക്കാര്യത്തിൽ എറണാകുളത്തെ CPMൽ അഭിപ്രായ വ്യത്യാസം ശക്തമായി. ഉണ്ണികൃഷ്ണന്റെ വിജയസാധ്യതയിൽ ഒരു വിഭാഗം നേതാക്കൾ സംശയം പ്രകടിപ്പിച്ചു. വൈപ്പിനിലും ആശയക്കുഴപ്പം തുടരുകയാണ്. 2 സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് സംസ്ഥാന നേതൃത്വത്തെ ചുമതലപ്പെടുത്തി. സംസ്ഥാന സെക്രട്ടേറിയറ്റും ജില്ലാ സെക്രട്ടേറിയറ്റും അംഗീകരിച്ച് മുന്നോട്ട് വച്ച സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലി കണ്ണൂർ ജില്ലയിലെ CPM അണികൾക്കിടയിൽ എതിർപ്പും മുറുമുറുപ്പും. 2 തവണ എന്ന വ്യവസ്ഥയിൽ KK ശൈലജയ്ക്ക് ഇളവ് അനുവദിച്ചപ്പോൾ സ്പീക്കർ AN ഷംസീറിനെ പരിഗണിക്കാത്തതിന് പിന്നിലുള്ള ന്യായമാണ് ചിലർ ചോദ്യം ചെയ്യുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന് ഇക്കാര്യത്തിൽ നൽകുന്ന ഇളവിനെ ആരും ചോദ്യം ചെയ്യുന്നില്ല. എന്നാൽ ജില്ലയിൽ തന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഉണ്ടാകുന്ന ഇരട്ടത്താപ്പ് എന്തുകൊണ്ടാണെന്നും അവർ ചോദിക്കുന്നു.